ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം. ശ്ലോകം 2, 3, 4, 5, 6. പാരായണവും അർത്ഥവും. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനാസ്തദാ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത്. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ്, യുദ്ധത്തിന് സജ്ജരായി നിൽക്കുകയാണ് പാണ്ഡവപ്പട. ഇതു കണ്ട് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, പശ്യൈതാം പാണ്ഡുപുത്രാണാം മാചാര്യമഹതിം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. പാണ്ഡവന്മാരുടെ ആചാര്യഗുരു ദ്രോണാചാര്യരാണ്. രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുകയാണ്, അങ്ങയുടെ ശിഷ്യനും മേധാവിയുമായ ധൃഷ്ടദ്യുമ്നൻ്റെ നേതൃത്വത്തിൽ അണിനിരന്നു നിൽക്കുന്ന പാണ്ഡവപ്പടയെ അങ്ങ് കണ്ടാലും, അതായത് ഇപ്പോൾ കണ്ണുനിറയെ കണ്ടോളൂ, നാളെ ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അത്രയേറെ അഹങ്കാരത്തിലാണ് ദുര്യോധനൻ ദ്രോണാചാര്യരോട് സംസാരിക്കുന്നത്. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജനസമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശീരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രുപദേയാശ്ച സർവ ഏവ മഹാരഥഃ. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ്, ആ പാണ്ഡവപ്പടയിൽ വലിയ വില്ലേന്തിയ യോദ്ധാക്കൾ ധാരാളമുണ്ട്. ഭീമന്റെ അത്ര ശക്തിയും അർജുനന്റെ അത്ര തന്നെ കഴിവും ഉള്ള ധാരാളം പേർ പാണ്ഡവപ്പടയിലുണ്ട്. അതിലുപരി നല്ല ശൗര്യമുള്ള ഓജസ്സും തേജസ്സും നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന യൗവനയുക്തരായ പടയാളികൾ വേറെയുമുണ്ട്. സാത്വികി, വിരാട് രാജാവ്, ദ്രുപദ രാജാവ്, ദൃഷ്ടകേതു, കേജിദാനൻ എന്നിവരും പാണ്ഡവപ്പടയിൽ ആനയ്ക്കു നെറ്റിപ്പട്ടം എന്ന പോലെ ശോഭിക്കുന്നു. യുദ്ധസാമർഥ്യം ഒട്ടും കുറവില്ലാത്ത കാശി രാജാവും പുരുജിത്തും കുന്തിഭോജനും പാണ്ഡവപ്പടയുടെ തിളങ്ങുന്ന രത്നങ്ങൾ തന്നെയാണ്. നരന്മാരിൽ അത്യന്തം ശ്രേഷ്ഠനായ ശൈബ്യൻ പാണ്ഡവപ്പടയിലെ മുത്തുമണി പോലെ ശോഭിച്ചിരിക്കുന്നു. വീരശൂര പരാക്രമിയായ യുധാമന്യു, ഓജസ് തീരെ കുറവില്ലാത്ത ഉത്തമൗജസ്സും അഭിമന്യുവും പാണ്ഡവപ്പടയ്ക്ക് മുൻപന്തിയിൽ തന്നെ. ഇവർ മാത്രമല്ല, വില്ലാളി വീരന്മാരായ ദ്രൗപദിയുടെ 5 മക്കളും പാണ്ഡവപ്പടയുടെ ശ്രേഷ്ഠ രത്നങ്ങൾ തന്നെയാണ്.